കണക്കുകളോ വിശകലനങ്ങളോ കൊണ്ട് പരാജയത്തെ വിജയമാക്കി മാറ്റാനാവില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർക്കാരിന് മാറ്റം വേണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്നാൽ എല്ലാ കുറ്റവും CPM-നാണെന്ന ചിന്ത CPI-ക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ബിനോയ് വിശ്വം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞങ്ങൾക്ക് LDF-ന് ഇവിടെ പരാജയമുണ്ടായി. ആ പരാജയത്തെ ഞങ്ങൾ കാണേണ്ടത് പരാജയമായി തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും കണക്കോ കാര്യങ്ങളോ പറഞ്ഞ് ഞങ്ങളുടെ വ്യാഖ്യാന സാമർഥ്യം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശകലന പാഠവും കൊണ്ടോ ഇത് പരാജയമല്ല, ഇത് വിജയമാണ് എന്ന് പറയുന്ന ആ വഴിക്കല്ല പോകേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ശൈലിയിൽ LDF-ൻ്റെ ജനങ്ങളുള്ള ബന്ധത്തിലെല്ലാം വീണ്ടും ഒരുപാട് തെളിച്ചമുണ്ടാകണം. ഈ ഗവൺമെൻറ്റിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മിഴിവും തികവുമുണ്ട്. ആ മിഴിവും തികവും വേണമെന്ന് ജനങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. CPI എല്ലാം തെളിഞ്ഞ പാർട്ടിയാണ്, എല്ലാ കുറ്റവും CPM-ലാണ് എന്ന ചിന്ത CPI-ക്കില്ല. ലെഫ്റ്റിൻ്റെ പൊതുവായ ദൗർബല്യങ്ങളെല്ലാം ഞങ്ങളൊരു പൊതുവെ കാണുകയാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആവശ്യമായ തിരുത്തൽ വേണ്ടി വരും. ഇന്നത്തെ കേരളത്തിൻ്റെ ആവശ്യം ഇടതുപക്ഷക്കാർക്ക് വിനയമുണ്ടാകണം, ജനങ്ങളോട് അവർക്കത് ബോധ്യപ്പെടുത്താനാകണം. സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞതാണ് അതിൻ്റെ കാതൽ. ഇടതുപക്ഷത്തിലെ പാർട്ടി നേതാക്കൾക്ക് ജനങ്ങളോട്, എല്ലാ മനുഷ്യർക്കും വേണം പൊതുവെ വിനയമുണ്ടാവണം, ജനങ്ങളോട് അടുത്ത് നിൽക്കണം. കണക്കുകളൊക്കെ പറഞ്ഞ് വ്യാഖ്യാന മികവ് കൊണ്ട് നിങ്ങൾക്ക് ഒരു തിരഞ്ഞെടുപ്പ് പരാജയത്തെ മറികടക്കാൻ കഴിയില്ല. വ്യാഖ്യാന മികവ് കൊണ്ടല്ല തിരഞ്ഞെടുപ്പ് പരാജയത്തെ നമ്മൾ മറികടക്കേണ്ടത്. തർക്കത്തിന് വേണ്ടി പറയാം, നിങ്ങൾക്ക് ഇവിടെ ഇത്ര കുറഞ്ഞില്ലേ, തൃശ്ശൂരിൽ കുറഞ്ഞില്ലേ 8000 എന്ന് പറയാം. അപ്പോൾ ചോദിക്കും കല്ലാശ്ശേരി കുറഞ്ഞില്ലേ എന്ന് തിരിച്ചു ചോദിക്കും, അമ്പലപ്പുഴ കുറഞ്ഞില്ലേ എന്ന് ചോദിക്കും, ചേർത്തല കുറഞ്ഞില്ലേ എന്ന് തിരിച്ചു ചോദിക്കും. അപ്പോൾ കണക്കുകൾ കൊണ്ട് മാത്രം നമുക്ക് ഓട്ടയടിക്കാനാവില്ല. പകരം ആഴത്തിലുള്ള ചിന്തകൾ ഉണ്ടാവണം. ശൈലിയിൽ മാറ്റം വേണമെന്ന് പറഞ്ഞാൽ ശൈലിയിൽ മാറുക തന്നെ വേണം. അതിനകത്ത് മറ്റൊരു മാർഗമില്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ മേഖല കൂടിയാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായും പ്രതിച്ഛായ നിർമ്മിതികൾ ഇങ്ങനെയും നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നതാവാം. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ചിരിക്കുന്ന മുഖങ്ങളെ കൂടി അവർക്ക് വേണം. അവരോടൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നുന്ന ആളുകളെ വേണം. അവരെ ആശ്വസിപ്പിക്കുന്ന പദ്ധതികൾ വേണം. ആ പദ്ധതികളുടെ പണം ഏതെങ്കിലും ഒരു സർക്കാരിനെ കുറ്റം പറഞ്ഞ് കൊടുക്കാതിരിക്കുന്നതിലല്ല, അതെങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുന്നതിലാണ് സർക്കാരിൻ്റെ മിടുക്ക്. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് പാർട്ടിയിൽ തർക്കമില്ലെന്നും ചർച്ചയാണ് ഉണ്ടായതെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ഉയർന്നു വന്ന എല്ലാ പേരുകൾക്കും യുക്തിയുണ്ട്. CPI-യിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ചർച്ച ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ചകളെ ഭയപ്പെടുന്ന പാർട്ടിയല്ല. ആ ചർച്ച ഒരിക്കലും മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് മാതിരിയുള്ള ചർച്ചയേ അല്ല. ഏത് കാര്യം പറയുമ്പോഴും പല പേരുകൾ വരാമല്ലോ. ആ പറഞ്ഞ ഒരു പേരും അപ്രസക്തമല്ല. എല്ലാ പേരിനും യുക്തിയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒടുവിൽ ഞങ്ങളൊരു പൊതു പേരിലേക്ക് എത്തും. ആ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുനാനിമസായി ഐകകണ്ഠേന അംഗീകരിച്ചു. ഇതാണ് ഉണ്ടായത്. പക്ഷേ CPI-യിൽ പ്രശ്നം, CPI-യിൽ തർക്കം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു പ്രത്യേക തരത്തിലുള്ളൊരു മാനസികാവസ്ഥയാണ് മാധ്യമങ്ങളുടെ. അതായത് പ്രകാശ് ബാബുവിനൊരു പക്ഷമുണ്ടെന്നും ആ പ്രകാശ് ബാബു പക്ഷം അല്പം നീരസത്തിലാണെന്നുമുള്ള വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം ചെയ്തത്. ഇപ്പോൾ PP സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കിയത് പ്രകാശ് ബാബുവിനെ തഴഞ്ഞാണെന്നും അതിൽ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ടെന്നും റിപ്പോർട്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഗീവർഗീസ് മാർ കൂറിലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ വിവരദോഷ പരാമർശത്തിനെതിരെയും പരോക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. CPI വിമർശിച്ചാൽ മാർ കൂറിലോസ് ഇങ്ങനെ പ്രതികരിക്കില്ല. എല്ലാവരും ഒരുപോലെയാകണമെന്ന് നിർബന്ധം പിടിക്കാനാവില്ല. ഗീവർഗീസ് മാർ കൂറിലോസ് ഇടതുപക്ഷ വിരുദ്ധനാകില്ലെന്നും ബിനോയ് വിശ്വം റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിണതപ്രജ്ഞനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. എനിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തോട് സ്നേഹമുണ്ട്, ആദരവുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളുടെയും ശൈലികൾ അദ്ദേഹത്തിൻ്റെതാണ്. ആ ശൈലി എൻ്റെതായിരിക്കില്ല. ഇതുപോലത്തെ വിമർശനം ബിഷപ്പ് കൂറിലോസ് നടത്തിയത് CPI-യെ പറ്റിയാണെങ്കിൽ ഞാൻ പ്രതികരിക്കും. പക്ഷേ ആ പ്രതികരണം എന്തായാലും ഈ രീതിക്കായിരിക്കില്ല. ഞാൻ പ്രതികരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അത് എൻ്റെ രീതിയാണ്. ഇപ്പം എൻ്റെ രീതി ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ എനിക്ക് പറയാൻ പറ്റും. കൂറിലോസ് തിരുമേനിയെ പോലത്തെ ആൾ വളരെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സ് എനിക്ക് ഉറപ്പാണ്. ഒന്നിൻ്റെ പേരിലും അത് ഇടതുപക്ഷ വിരോധത്തിൻ്റെ വഴിക്ക് പോകാൻ പോകുന്നില്ല. വിവരങ്ങളുമായി TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ബിനോയ് വിശ്വം ചിലതൊക്കെ തുറന്നു പറഞ്ഞു, ചിലത് തുറന്നു പറയാതെ പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷത്ത് സമൂലമായ ഒരു ശൈലീ മാറ്റം വേണം എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിനയാന്വിതരായി മാറണം, ജനങ്ങൾക്കൊപ്പം ഇറങ്ങിച്ചെല്ലണം. വ്യാഖ്യാന മികവ് കൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ മറികടക്കാൻ കഴിയില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ നിയമസഭയിലടക്കം നമ്മൾ കണ്ട ചില കാഴ്ചകളുമുണ്ട്. അപ്പോൾ എന്താണ് ചുരുക്കത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു വയ്ക്കുന്നത്? TV പ്രസാദ്.
അരുൺ, നമ്മുടെ റിപ്പോർട്ടർ ആദിലാണ് ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ദീർഘമായി സംസാരിച്ചത്. അരുൺ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അതായത് പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുകയും അതുമാത്രമല്ല, സാധാരണ മുൻകാലങ്ങളിൽ കണ്ടതുപോലെ പലപ്പോഴും കണ്ടതുപോലെ CPIയുടെ സെക്രട്ടറിമാർ CPMന് എതിരായി പറഞ്ഞുകൊണ്ട് വാർത്ത നേടുന്ന ഒരു ചിത്രം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറി പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം കൂട്ടമായി ഏറ്റെടുക്കേണ്ടതാണെന്നും തിരുത്തൽ വരട്ടേണ്ടത് ഇടതുപക്ഷത്തിനാണ് എന്നതാണ് ബിനോയ് വിശ്വം പ്രധാനമായും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഇതിൽ പരാജയത്തെ പരാജയമായി കാണുന്നുണ്ട്. തെറ്റ് തിരുത്തലുകൾ വേണ്ടതുണ്ട്. പൊതുജനങ്ങളുമായി കൂടുതൽ ബന്ധം വേണം, ഇഴയെടുപ്പം വേണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം CPMന് മാത്രമാണ് തിരുത്തൽ വരുത്തേണ്ടത് എന്നൊരു അഭിപ്രായം CPIക്കില്ല എന്ന് വ്യക്തമായി ബിനോയ് വിശ്വം പറയുന്നു. അതായത് കൂട്ടായി തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കേണ്ടത്. ഇനിയിപ്പോൾ വരുന്ന കാലത്ത് പൊതുജനങ്ങളുമായുള്ള അടുപ്പമാണ് പ്രധാനമായും, അതുപോലെ തന്നെ വിനയത്തെക്കുറിച്ചും ബിനോയ് വിശ്വം പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മാർ കൂറിലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ വിമർശനത്തെക്കുറിച്ചാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ താൻ എന്തായാലും ആ രീതിയിൽ പ്രതികരിക്കില്ല എന്ന് ബിനോയ് വിശ്വം വ്യക്തമായി പറയുന്നു. അതോടൊപ്പം തന്നെ കൂട്ടി പറയുന്നത്, എന്തായാലും മാർ കൂറിലോസ് ഒരിക്കലും ഒരു ഇടതുപക്ഷ വിരുദ്ധനാവാൻ കഴിയില്ല. സ്വാഭാവികമായ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും പറയുന്നത് അത് പിണറായി വിജയനെതിരെയുള്ള പരോക്ഷമായ വിമർശനം തന്നെയാണ്. ആ രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കാൻ കഴിയില്ല. അതിൽ പറഞ്ഞു വയ്ക്കുന്നത് ഓരോരാളുടെ ശൈലിയാണ് അത് എന്നതാണ്. അതായത് പിണറായി വിജയൻ്റെ ശൈലിയാവില്ല തനിക്ക്, പക്ഷെ താൻ എന്തായാലും ആ രീതിയിൽ പ്രതികരിക്കില്ല എന്ന് വ്യക്തമായി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ അഭിമുഖത്തിൻ്റെ പല ഭാഗങ്ങളിലും മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രധാനമായും സാമ്പത്തികമായ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഞെരുക്കമാണ് പല പദ്ധതികളിൽ നിന്നും പുറകോട്ട് പോകാനും ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. അരുൺ, ഏതായാലും കൃത്യമായ വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. മാത്രമല്ല, നേരത്തെ നമ്മൾ കേട്ട CPIയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ചുള്ള വലിയ തർക്കം ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ തർക്കത്തെ മറ്റൊരു രീതിയിലാണ്, അതായത് ചർച്ചയായി വന്നു എന്ന രീതിയിലാണ് ബിനോയ് വിശ്വം പറയുന്നത്. അതല്ലാണ്ട് അത് പൂർണ്ണമായി തമസ്കരിക്കുകയല്ല ചെയ്യുന്നത്. ചർച്ച നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായി പറയുന്നു. സാധാരണ CPMലായാലും CPIയിലായാലും സ്വയം വിമർശനം അല്ലെങ്കിൽ വിമർശനം എന്ന രീതിയിൽ പാർട്ടി ഘടകങ്ങളിൽ ശക്തമായ ചർച്ച നടക്കുകയും ഒടുവിൽ അതിലൊരു തീരുമാനമുണ്ടാവുകയാണ് ചെയ്യുക. ആ കാര്യം വിശദീകരിക്കുക കൂടി ചെയ്യുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ടറിനോട്. ഓക്കെ, താങ്ക് യു. TV പ്രസാദാണ് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. ബിനോയ് വിശ്വമായി ഇന്നലെ സംസാരിച്ച് ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോടാണ്. ഇടതുപക്ഷത്തിന് മാറ്റം വരണം എന്നുള്ളതാണ്. സമൂലമായ ശൈലിയിലുള്ള മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. നേതാക്കന്മാർക്ക് ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ പോലും ആ മാറ്റം പ്രകടമാകണം എന്നതാണ് ബിനോയ് വിശ്വം ഉദ്ദേശിച്ചിരിക്കുന്നത്. വ്യാഖ്യാന മികവുകൊണ്ട് തിരഞ്ഞെടുപ്പ് പരാജയത്തെ മറികടക്കാൻ കഴിയില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു വയ്ക്കുന്നു.